റഷ്യക്കെതിരെ ഉപരോധം കൂടുതൽ കടുപ്പിച്ച അമേരിക്ക റഷ്യയെ വ്യാപാര സൗഹൃദ രാജ്യ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. പദവി റദ്ദാക്കാൻ നടപടി തുടങ്ങിയതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. വോഡ്ക, സമുദ്രവിഭവങ്ങൾ തുടങ്ങിയവയുടെ ഇറക്കുമതി നിരോധിക്കും. റഷ്യൻ പാർലമെന്റ് അംഗങ്ങൾക്കും ബാങ്കിംഗ് ഉദ്യോഗസ്ഥർക്കും വിലക്ക് ഏർപ്പെടുത്തും. റഷ്യയുമായി നേരിട്ട് യുദ്ധത്തിനില്ലെന്നും അതേസമയം രാസായുധം പ്രയോഗിച്ചാൽ റഷ്യ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ബൈഡൻ വ്യക്തമാക്കി. റഷ്യൻ സൈന്യം കീവിന് തൊട്ടരികിലെത്തി. യുക്രൈനിലെ കൂടുതൽ നഗരങ്ങളിലേക്ക് റഷ്യ ആക്രമണം വ്യാപിപ്പിച്ചു. സർക്കാർ രൂപീകരണ നീക്കങ്ങൾ സജീവം. വിജയിച്ച 4 സംസ്ഥാനങ്ങളിലും സർക്കാർ രൂപീകരണം ഉടൻ പൂർത്തിയാക്കാൻ ബി.ജെ.പി. പുതിയ സർക്കാർ ചുമതലയേൽക്കുന്ന പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജി സമർപ്പിച്ചു. ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിലും ചർച്ചകൾ പുരോഗമിക്കുന്നു. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ ബി.ജെ.പി. രണ്ടാം യോഗി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങും ആഘോഷമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ്. പുതിയ സർക്കാർ ചുമതലയേൽക്കുന്ന പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദിബെൻ പട്ടേലിന് രാജിക്കത്ത് സമർപ്പിച്ചു. പുതിയ സർക്കാർ രൂപീകരണം സംബന്ധിച്ച ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. മതസാമുദായിക സമവാക്യങ്ങൾക്കൊപ്പം ഘടകകക്ഷികൾക്കും ഇടം നൽകിക്കൊണ്ടാകും പുതിയ മന്ത്രിസഭ രൂപീകരിക്കുക. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ ജോയിന്റ് ഡയറക്ടർ രാജേശ്വർ സിംഗ്, മുൻ പോലീസ് കമ്മീഷണറും ദളിത് മുഖവുമായ അസീം അരുൺ, മുൻ ബ്യൂറോക്രാറ്റ് ആർ.കെ. ശർമ്മ എന്നിവർ മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് സൂചന. ആഗ്ര മുൻ മേയർ ബേബി റാണി മൗര്യയ്ക്ക് ദളിത് മുഖം എന്നതിനൊപ്പം വനിതയെന്ന പരിഗണനയും മന്ത്രിസഭയിൽ ഇടം ലഭിക്കാൻ സഹായകമാകും. അപ്നാദൾ, നിശാന്ത് പാർട്ടി പ്രതിനിധികളും മന്ത്രിസഭയിലുണ്ടാകും. ഖട്ടിമയിൽ പരാജയപ്പെട്ടെങ്കിലും നേതൃത്വത്തിന്റെ വിശ്വസ്തനായ പുഷ്കർ സിംഗ് ധാമിയെ തന്നെ ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രി പദം ഏൽപ്പിക്കുമെന്നാണ് വിവരം. മണിപ്പൂരിലും ഗോവയിലും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. ന്യൂസ് 18 ഡൽഹി. പഞ്ചാബിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന ആം ആദ്മി നിയുക്ത മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഇന്ന് ഗവർണറെ കണ്ട് മന്ത്രിസഭാംഗങ്ങളുടെ പേരുകൾ കൈമാറും. ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ. നാളെ അമൃത്സറിൽ നടക്കുന്ന വിജയാഘോഷത്തിൽ കെജ്രിവാളും പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യാനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നേതൃമാറ്റം ശക്തമായി ഉന്നയിക്കാനൊരുങ്ങി തിരുത്തൽവാദി നേതാക്കൾ. മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദിന് വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അതേസമയം കോൺഗ്രസിന് വിശ്വാസം നഷ്ടപ്പെടുകയാണെന്നും അവരെ ആശ്രയിക്കാൻ കഴിയില്ലെന്നും മമതാ ബാനർജി വിമർശിച്ചു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യാനുള്ള പ്രവർത്തക സമിതി യോഗത്തിൽ നേതൃമാറ്റം ശക്തമായി ഉന്നയിക്കാനാണ് തിരുത്തൽവാദി നേതാക്കളുടെ തീരുമാനം. പാർട്ടിയിൽ അടിമുടി മാറ്റം വേണമെന്ന് നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെടും. ഉടൻ തന്നെ പ്രവർത്തക സമിതി യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെടും. മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മുതിർന്ന നേതാക്കളായ ആനന്ദ് ശർമ്മ, കപിൽ സിബൽ, മനീഷ് തിവാരി, ഭൂപീന്ദർ സിംഗ് ഹൂഡ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം കോൺഗ്രസിന് വിശ്വാസ്യത നഷ്ടപ്പെടുകയാണെന്നും അവരെ ആശ്രയിക്കാൻ കഴിയില്ലെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കുറ്റപ്പെടുത്തി. ബി.ജെ.പിക്കെതിരെ പോരാടാൻ ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണം. 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണമെങ്കിൽ ഒന്നിച്ചു പോരാടാമെന്നും മമത കൂട്ടിച്ചേർത്തു. നേരത്തെ വിശാല സഖ്യ രൂപീകരണം സംബന്ധിച്ച മമത ഡൽഹിയിലെത്തി കോൺഗ്രസുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും കോൺഗ്രസ് അനുകൂല സമീപനം സ്വീകരിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയുള്ള നീക്കങ്ങളിൽ താല്പര്യമില്ലെന്ന് മമതയും സൂചിപ്പിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ ആം ആദ്മി നേടിയ തകർപ്പൻ വിജയത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുതിയ സഖ്യ നീക്കങ്ങൾ മമത വീണ്ടും സജീവമാക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. പാലക്കാട് പഴമ്പാലക്കോട് യുവമോർച്ച പ്രാദേശിക നേതാവ് അരുൺകുമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കി. കേസിൽ 6 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. ഇന്ന് ആലത്തൂർ താലൂക്കിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നമ്മോടൊപ്പം ചേരുന്നു. ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തെ ഒരു വലിയ വെല്ലുവിളിയാണ് താങ്കൾ ഇന്ന് നിയമസഭയിൽ നിറവേറ്റിയത്. ഈ പ്രതിസന്ധി കാലത്തെ ബജറ്റ് അവതരണം
പ്രതീക്ഷിച്ചതിലും ഭംഗിയായെന്നാണ് പൊതു പ്രതികരണങ്ങളൊക്കെ വരുന്നത്. പ്രധാന ഫോക്കസ് ലക്ഷ്യമിട്ടതിടത്തേക്ക് തന്നെ ബജറ്റ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രധാന ഫോക്കസ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാവുക, ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട കേരളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നത്തെ ബഡ്ജറ്റിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളതും. ഫോക്കസ് അതാണ്. ഹയർ എഡ്യൂക്കേഷൻ നമുക്ക് വളരെ വലിയ പശ്ചാത്തലമുണ്ട്. എന്നാൽ ഹയർ എഡ്യൂക്കേഷനിൽ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് അപ്ലൈഡ് റിസർച്ചും ആപ്ലിക്കേഷനിലേക്ക് എത്തിക്കണം. അതിനുള്ളൊരു ശ്രമമുണ്ട്. നമ്മുടെ കാർഷിക വിളകൾക്ക് ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്, പക്ഷേ വിളകൾക്ക് പ്രൊഡക്ടിവിറ്റി, അതിൻ്റെ വില, അതിൻ്റെ പ്രോസസ്സിങ്, അതിൻ്റെ മാർക്കറ്റിംഗ്, ആ മേഖലയെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിനുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ട്. നമ്മുടെ സർവീസ് സെക്ടറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്മീഡിയറ്റായിട്ട് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കോവിഡാനന്തര ബഡ്ജറ്റിൻ്റെ പ്രത്യേകതകളോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നത് നെഗറ്റീവ് വളർച്ചയിലേക്കാണ് നമ്മുടെ വരുമാന വളർച്ച പോയിരിക്കുന്നത്. അതിന് കാരണം കോവിഡ് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. 2 പ്രളയം, അതിനുശേഷം കോവിഡും കൂടെ വന്നപ്പോൾ ഒരു അസാധാരണ സാഹചര്യമുണ്ടായി. ഇതിനെ മറികടക്കാൻ അന്നുണ്ടായ പ്രതിസന്ധി, തൊഴിൽ നഷ്ടമടക്കമുള്ള വലിയ കാര്യങ്ങൾ ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. അതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ സാമ്പത്തികമായിട്ടുള്ളൊരു മരവിപ്പ് നമ്മുടെ നാട്ടിൽ ലോകത്താകെ ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇതിനെ മറികടക്കാനുള്ള ചില പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നത്. അത് ഒരു തൊലിപ്പുറത്തുള്ളൊരു ചികിത്സ പോലെ പറ്റില്ല. ബേസിക്കായിട്ട് നമ്മുടെ എക്കണോമിയിൽ മാറ്റങ്ങൾ വരണം. നമുക്ക് പ്രവാസികളിൽ നിന്ന് കിട്ടുന്ന വരുമാനമുണ്ട്, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കുറേ വരുമാനങ്ങളുണ്ട്. പക്ഷേ ലോകം മാറുകയാണ്. പ്രവാസികളിൽ നിന്നുള്ള വരുമാനം ഒരു മേജർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ചുകൂടി ജോലികൾ കണ്ടെത്തേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. തൊഴിലാളികളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരും. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്ലാന്റേഷൻ നാണ്യവിളകൾക്ക് വിലയില്ലാതെ വരുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് പുതിയ തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടാൻ ഒരു 1-2 വർഷം കൊണ്ടുണ്ടല്ലോ. ലോങ് റണ്ണിലൊരു പദ്ധതി വേണം. അതിനുകൊണ്ടുള്ളതാണ് ഈ ഇപ്പം സയൻസ് പാർക്സ്, അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്നാഷണൽ ഹബ്സ് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ കുറച്ച് സമയമെടുത്ത് ചെയ്യാനാണ്. അതിനുകൂടെ വേണം. ഗ്രഫീൻ പോലെയുള്ള അത് പുതിയ പിന്നെ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ളത്. അതിനേക്കാളൊക്കെ വലിയ തോതിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ട്രാൻസ്ലേഷൻ ലാബ്സ്. അതുപോലെ തന്നെ ഈ ജില്ലകളിലൊക്കെയുള്ള പുതിയ വ്യവസായവുമായി ബന്ധപ്പെട്ട പിന്നെ സംവിധാനങ്ങൾ. അത് നന്നായി വർക്ക് ചെയ്താൽ നമ്മുടെ വലിയ റിസോഴ്സസ് രാജ്യത്തിന് പുറത്തുണ്ട്, മലയാളികൾ തന്നെ. അവരുടെയൊക്കെ സഹായം കിട്ടിയാൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും മാറ്റം ഉണ്ടാക്കാൻ സഹായകരം തന്നെയായിരിക്കും ഇത്. പ്രതിപക്ഷമടക്കം പറയുന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധി മീറ്റ് ചെയ്യാൻ കഴിയുന്ന നിർദ്ദേശങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ വിമർശനങ്ങൾ എങ്ങനെ നോക്കുകയാണ്? എത്രയായാലും ഇപ്പോഴത്തെ പ്രതിസന്ധി പൂർണ്ണമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുറേ കാലത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ടാക്സ് ആയിരുന്നു, കളക്ഷനായിരുന്നു കഴിഞ്ഞ വർഷം. കാരണം കോവിഡിൻ്റെ വലിയ പ്രശ്നം. പക്ഷേ കഴിഞ്ഞ വർഷം 48,000 കോടി രൂപ കിട്ടിയിടത്തുനിന്ന് ഈ വർഷം 58,000 കോടിയായിട്ട് അത് വർദ്ധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഏകദേശം 20% ആ ഇൻകം അതിന് വന്നു. പക്ഷെ നമുക്ക് പിന്നെ 58,000 അല്ല വേണ്ടത്, 75,000 വേണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അതിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ള പോരായ്മയുണ്ട്. പക്ഷെ 10,000 വർദ്ധിച്ചു. അതുപോലെ നമ്മുടെ കടബാധ്യത കഴിഞ്ഞ വർഷം നമ്മുടെ ശരാശരി വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ GSDP-യുടെ പിന്നെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേതിൻ്റെ അത്രയും കടമില്ല. മൊത്തം കടം നോക്കുമ്പോൾ, കേരളത്തിന് ആകെയുള്ള കടം നോക്കുമ്പോൾ അതിനേക്കാളും കുറവാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ശതമാനം അത്രയും ഫിസിക്കൽ ഡെഫിസിറ്റ്, ബോറോയിങ് എൻ്റെ പെർസെൻറ്റേജ് ഇപ്പോൾ ഇല്ല. അതൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എന്നാൽ അത്രയും പോരാ. ധനകാര്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ ആഗ്രഹവും ഇനി ഇതിനേക്കാളും കൂടുതൽ വേണമെന്നാണ്. പ്രതിപക്ഷ നേതാവ് അത് കുറ്റപ്പെടുത്തലിൻ്റെ ഭാഷയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയായിരിക്കും. പക്ഷെ ഞാനതിനെ കാണുന്നത് കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ടു വന്നേനെ, കേന്ദ്ര ഗവൺമെൻറ് കുറച്ചുകൂടി ന്യായമായി പെരുമാറിയിരുന്നെങ്കിൽ ഇതിനേക്കാളും മുന്നേ വന്നേനെ എന്ന നിലയിലാണ്. ഈ GST വരുമാനത്തിലെ കുറവാണ്. അതായത് രാജ്യത്തെ തന്നെ വലിയൊരു ഉപഭോക്തൃ സംസ്ഥാനമാണല്ലോ നമ്മൾ. അപ്പോൾ കൂടുതൽ പ്രതീക്ഷ വെക്കേണ്ട GST വരുമാനം നമ്മളാണ് പ്രതീക്ഷ വെക്കേണ്ടിയിരുന്നത്. അപ്പം GST നഷ്ടപരിഹാരം ഇല്ലാതാവുന്നു, അങ്ങനെ ഒരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് GST വരുമാന വർധനവിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അത് ഫലപ്രദമാണോ? ഈ പുതിയ നിർദ്ദേശങ്ങൾ GST ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിലാണ് GST കൗൺസിൽ തീരുമാനം വരുന്നത്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നതൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ വരും. ഏകപക്ഷീയമായിട്ട് GST നിയമത്തിൽ പല മാറ്റങ്ങൾ വരുത്തി. ചില ഇനങ്ങളുടെ ടാക്സ് കുറച്ചു. ടാക്സ് കുറച്ചത് ഉപഭോക്താക്കൾക്ക് കിട്ടിയില്ല, അതിൻ്റെ ഗുണം കിട്ടിയത് കമ്പനികൾക്കാണ്.
ഉദാഹരണം 16% ശരാശരി GST നിരക്ക് നേരത്തെ, ഇപ്പോൾ അത് 11 എന്ന് പറഞ്ഞാൽ 16,000 കോടി രൂപ കിട്ടിയിടത്ത് 11,000 കുറഞ്ഞു. എന്നാൽ ഇതിൻ്റെ ഗുണം ഉപഭോക്താക്കൾ കിട്ടിയില്ല, കമ്പനികളുടെ ലാഭം കൂടിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല തീരുമാനം എടുത്തതുകൊണ്ട് തന്നെയാണ് നമ്മുടെ 3% ടാക്സ് കുറഞ്ഞത്. അതിൻ്റെ കൂടെ ഇത് കൃത്യമായി നടപ്പിലാക്കാത്തത്. അപ്പോൾ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചത് നമ്മൾ അനുഭവിക്കുകയാണ്. കേരളം മാത്രമല്ല, എല്ലാ സ്റ്റേറ്റുകളും ഇതിനോട് പ്രതിഷേധത്തോടുകൂടിയുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ഈ GST നഷ്ടപരിഹാരം പിൻവലിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് സംസ്ഥാനത്തെ നിലപാട് സമീപനമാണ്. മറ്റ് സംസ്ഥാനങ്ങളും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അത് ഇപ്പോൾ ആ നഷ്ടപരിഹാര കാലാവധി അവസാനിപ്പിക്കാൻ പാടില്ല, തുടരണം. 602 കോടിയാണ് ഈ പുതിയ നികുതി നിർദ്ദേശത്തിലൂടെ സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വയ്ക്കുന്നത്. നമ്മുടെ ഈ സാമ്പത്തിക വെല്ലുവിളി കാലത്ത് അല്പം കൂടി നികുതി കൊണ്ടുവരാൻ കഴിയുമായിരുന്നോ എന്ന അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാത്ത എന്തുകൊണ്ടാണ്? ഞങ്ങൾ കാര്യം ബന്ധപ്പെട്ട വകുപ്പുകളും ഉദ്യോഗസ്ഥന്മാരുമായിട്ടുമൊക്കെ ചർച്ച ചെയ്തു. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് നികുതി വർദ്ധിപ്പിക്കുന്ന 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മദ്യവും പെട്രോളിയവുമാണ്. രണ്ടും ഇപ്പോൾ അങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല. കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പെട്രോളിയത്തിന് നമ്മളൊരു പെർസെൻറ്റേജാണ്. നമ്മൾ നേരത്തെ തന്നെ വില വർധനവിൻ്റെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചിട്ടില്ല. പിണറായി സർക്കാർ ഒന്നാം ഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ അല്പം കുറച്ചതിന് ശേഷം നമ്മൾ കൂട്ടിയിട്ടേ ഇല്ല. അപ്പോൾ അത് കൂട്ടാൻ ഇപ്പോഴത്തെ ഒരു വിലക്കയറ്റത്തിൻ്റെ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് അതിൽ തൊട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് മേഖലയിൽ രജിസ്ട്രേഷൻ്റെ നികുതി നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് തന്നെയാണ് നമ്മുടെ. പിന്നീട് ഫെയർ വാല്യൂവിൻ്റെ റീഫിക്സേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ്. അതിനൊരു കമ്മിറ്റി വെക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുവരും. അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് കുറേ പണത്തിൻ്റെ ഗ്യാപ്പുണ്ട്, അതുകൊണ്ട് മൊത്തം നികുതിയായിട്ട് കൂട്ടാൻ പറ്റില്ല. പിന്നെ ചെയ്യാവുന്നത് നികുതി പിരിച്ചു കിട്ടാനുള്ളത്. എന്നാൽ ഇപ്പോഴും നമുക്ക് കിട്ടുന്ന നികുതിയിലൊരു നല്ല പെർസെൻറ്റേജ് കിട്ടുന്നുണ്ടാവില്ല. എന്നുവെച്ചാൽ 10-20% കിട്ടാതിരുന്നാൽ അത് പിടിച്ചാൽ അതിൽ 10% ഇൻക്രീസ് കിട്ടിയാൽ തന്നെ വലിയ മാറ്റം വരും. അത്തരം കാര്യങ്ങൾക്കും ലീക്കേജസ് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രത്യേക പദ്ധതികൾ ഈ നമ്മുടെ ആ വകുപ്പിൽ GST വകുപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സമീപത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം ഈ ഇന്ധന വില വർധനവിലെ വലിയൊരു വർധനവുണ്ടാകുമെന്നാണ്. പ്രത്യേകിച്ച് UP ഇലക്ഷനൊക്കെ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ആ വില വർധനവിൻ്റെ ഒരു വിഹിതം സംസ്ഥാനത്തിനും കൂടെ ലഭ്യമാകുമല്ലോ. അപ്പോൾ ആ ഒരു വർധനവ് നമ്മുടെ ഒരു വരുമാന വളർച്ചയുടെ അല്ലെങ്കിൽ വരുമാന വിഹിതമായി തന്നെ നമ്മൾ കണക്കുകൂട്ടിയിട്ടുണ്ടോ? അങ്ങനെ കണക്കുകൂട്ടിയിട്ടില്ല. കാരണം എത്ര വർദ്ധിക്കുമെന്നോ ഇനി കുറയുമെന്നോ നമുക്കറിയില്ല. അതൊക്കെ അതത് സാഹചര്യത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അല്പം വർദ്ധിച്ച് കുറച്ച് നികുതി കിട്ടിയാലും അതിൻ്റെ എത്രയോ മടങ്ങ് ചിലവ് വരും. അതുകൊണ്ട് അതൊന്നും ഒരു ആത്യന്തികമായിട്ട് സംസ്ഥാന സർക്കാരിന് കുറച്ച് അധികം കിട്ടുന്നൊരു വരുമാനമായിട്ട് നിൽക്കുന്നൊരു കാര്യമായി വരില്ല എന്നാണ്. മറ്റൊന്നുള്ളത്, ഈ മദ്യനയം വലിയ രീതിയിലുള്ള വിമർശനം. കാരണം മദ്യനയത്തിൽ കഴിഞ്ഞ 2 സർക്കാരുകൾ, ഇപ്പം ആദ്യ പിണറായി സർക്കാർ, 2ാം സർക്കാർ വന്നപ്പോഴും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ ചില സംഘടനകളടക്കം പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം പ്രതിഷേധവുമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്താണ് മദ്യനയത്തിൽ കാര്യമായ മാറ്റം വരുത്തുന്നു. മദ്യശാലകൾ, അതായത് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, താങ്കൾ ഇന്ന് നടത്തിയ പ്രഖ്യാപനങ്ങളടക്കം പൊതുവിൽ മലയാളികളുടെ മദ്യപാനശീലം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണം, കപ്പയിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുക അടക്കമുള്ള പുതിയ സാധ്യതകൾ. എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത്. എത്തനോൾ എന്ന് പറഞ്ഞാൽ ബയോഫ്യൂവലാണ്. അത്തരമുള്ള സാധ്യതയാണ്. മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതായാലും അപ്പം കേരളത്തിൽ സ്പിരിറ്റ് ലാഭകരമായി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഉൽപ്പാദിപ്പിക്കരുതെന്നാണ് അവരുടെ അഭിപ്രായം. കേരളത്തിലേക്ക് ഉപയോഗിക്കുന്ന സ്പിരിറ്റിൻ്റെ 90%-ലധികവും, ഇനി 100% എന്ന് ഞാൻ പറയുന്നില്ല, 90%-ലധികവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്. എക്സൈസ് നിയമം അനുസരിച്ച് ഒരു സാധനം കൊണ്ടുവന്നാൽ അതെല്ലാ നിയന്ത്രണത്തോടു കൂടി മാത്രമേ ബ്ലെൻഡിങ്ങും ബോട്ടിലിങ്ങും നടത്താൻ പറ്റൂ. കേരളത്തിൽ ഉണ്ടാക്കുന്ന വിദേശ മദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം പുറത്തുനിന്ന് വരുന്നു മാത്രമല്ല, ബാക്കി ഇവിടെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ബോട്ടിൽ ചെയ്യുകയാണ്. അത് പുറത്തുനിന്ന് കൊണ്ടുവരാം, ഇവിടെ ബോട്ടിൽ ചെയ്യുക, എല്ലാം ചെയ്യാം. ഇവിടെ ഒരു സ്ഥലത്ത് ഒരു കൃഷിക്കാരനോ ഒക്കെ അതുണ്ടാക്കി ലാഭകരമായിട്ട് അത് എക്സൈസ് വകുപ്പിന് കൊടുത്ത് ബോട്ടിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആരുടെ ഇൻട്രസ്റ്റാണ്? ആ പറയുന്ന അഭിപ്രായം ആരുടെ ഇൻട്രസ്റ്റ് ആണെന്ന് അവർ വ്യക്തമാക്കണം. മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന സ്പിരിറ്റ് കൊണ്ടുവരാം, കേരളത്തിൽ അതേ സ്പിരിറ്റ് ഉണ്ടാക്കി ഇവിടെ അതേ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആ ഉത്പാദനം നടത്തണ്ട എന്ന് പറയുന്നത്, മദ്യപാനം വർദ്ധിപ്പിക്കരുതെന്ന് പറയുന്നത് അംഗീകരിക്കും. പക്ഷേ ഇവിടെ ഉത്പാദനം നടത്താൻ പറ്റില്ല. നിലവിൽ മറ്റ് സ്ഥലത്തുനിന്ന് വരുന്ന മദ്യത്തിന് പകരം, മദ്യമല്ല സ്പിരിറ്റ്, ആ സ്പിരിറ്റിന് പകരം കേരളത്തിൽ അതേ സ്പിരിറ്റ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആരുടെ ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. പരമ്പരാഗതമായി നമ്മൾ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ മദ്യം ചാരായം എന്ന് വിളിക്കുന്ന രീതിയിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കാനുള്ള പല സോഴ്സുകളും നാട്ടിൻ പ്രദേശങ്ങളിൽ തന്നെ നമുക്കുണ്ട്. ടെക്നോളജി ഉണ്ട്, വാറ്റുചാരായം എന്ന് പറയും. അല്ല, അത്തരം സാധ്യതകളിലേക്ക് പരമാവധി കടക്കുക എന്നുള്ളതാണ്. എന്നല്ലല്ലോ, അതല്ലല്ലോ ഇത് മദ്യ നയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ എക്സൈസ് പറയുന്ന
ആ പർട്ടിക്കുലർ ബൗണ്ടറിക്കകത്ത് സാധാരണ ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ ഓരോ സ്ഥലത്തും ഒരു വാറ്റുന്ന ലോക്കൽ വാറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നതാണോ ഇത്? അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ഇന്ന് പറഞ്ഞതിനകത്ത് വിവാദം ഉണ്ടാകേണ്ട കാര്യമില്ല. കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ അവിടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് എത്തനോളാണ്. എത്തനോൾ എന്ന് പറഞ്ഞാൽ മരച്ചീനിയിൽ നിന്ന് മറ്റു സാധനങ്ങളിൽ നിന്ന് എത്തനോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബയോ ഫ്യൂവൽ, ബയോഡീസൽ എന്നിട്ട് ഉപയോഗിക്കാനാണ്. അതൊരു കുടിക്കാവുന്ന സാധനമല്ല. അതാണ് ആദ്യത്തെ കാര്യം. നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ, എക്കണോമിക്കലാവുന്നെങ്കിൽ, ഇപ്പോഴും എനിക്ക് 100% എക്കണോമിക്കലാവുമെന്ന് വിശ്വാസമില്ല. കാരണം മൊളാസസിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും കോസ്റ്റ് കൂടും ഇവിടെ. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് കേരളത്തിന് അത്രയും ഒരു പെട്രോളിയത്തിനകത്തേക്ക് 20%, 10% ചേർക്കുന്നിരിക്കട്ടെ, നിങ്ങൾക്ക് 1 ലിറ്റർ പെട്രോളിയത്തിനകത്ത് ചേർക്കുന്നതിൻ്റെ അത്രയും കോസ്റ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ലാഭം വരും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ലോക്കലായിട്ട് അല്ലാതെ ഇവരെ ഒന്നിൽ മനസ്സിലാക്കാതെ പറയുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. പൊതുവിൽ ഈ ബജറ്റിൻ്റെ ഒരു ആകർഷകീയമായി ആൾക്കാർ വിലയിരുത്തുന്ന ഒരു കാര്യം ഈ ക്ഷേമ പെൻഷൻ സർക്കാർ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്ന കാര്യമാണ്. ഇത്തവണ അതിലൊരു ചെറിയ വർധനമെങ്കിലും ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. അതിലേക്ക് കടക്കാൻ കഴിയാത്തത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സാഹചര്യമാണോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അത് സമയത്ത് കൊടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നുള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് അത് അത്തരം കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഗവൺമെൻറ് സമീപനം. സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം ഈ പ്രവാസികളുടെ മടങ്ങിവരവ്, ഒപ്പം തന്നെ കോവിഡ് കാലത്ത് തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളൊക്കെയുണ്ട്. അപ്പം അവരെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള തൊഴിൽ ദിനങ്ങൾ പുനഃസൃഷ്ടിക്കുക അല്ലെങ്കിൽ തൊഴിൽ സാഹചര്യങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്നതിൽ സംബന്ധിച്ച് എത്ര കണ്ട് ബജറ്റിന് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ബജറ്റിനകത്ത് അത്രയധികം നിങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിലും 2 സ്കീമുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഒന്ന്, നമ്മുടെ കാർഷിക മേഖലയിൽ ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി നടത്താനായിട്ട് കുറച്ചുകൂടെ മെക്കനൈസ്ഡ് ആയിട്ട്, അപ്പം പഴയ പോലെ ഫിസിക്കൽ ലേബറായിട്ട് പോകുന്നതിനേക്കാളും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് കുറച്ചുകൂടെ ആൾക്ക് തയ്യാറാകാൻ പറ്റും. അതിന് 50 ലക്ഷം രൂപ വരെ അത്തരം ഒരു യൂണിറ്റിന് വളരെ പലിശ കുറച്ചിട്ടുള്ള ലോൺ കൊടുക്കാനും അതിനകത്ത് എഫക്റ്റീവായിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ അതിന് 25% സബ്സിഡിയായി കൊടുക്കാനും ഒരു പ്രപ്പോസലുണ്ട്. ഇതുപോലെ നിർമ്മാണ മേഖലയിൽ 10, 50, 100 ചെറുപ്പക്കാർ ചേർന്ന് ഒരു തൊഴിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിർമ്മാണപ്പണിക്ക് ഉപയോഗിക്കുന്ന JCB, കോൺക്രീറ്റ് മിക്സർ, കോൺക്രീറ്റ് പമ്പ്, മറ്റ് യന്ത്രോപകരണങ്ങളൊക്കെ മേടിക്കാൻ 1 കോടി രൂപ വരെ വളരെ പലിശ കുറച്ച് കൊടുക്കുന്നു. അതിന് 25% സബ്സിഡി കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കോൺട്രാക്ട് ഫേം നമ്മൾ 50 പേര് ചേർന്നുണ്ടാക്കുന്നു. അവർക്ക് ഈ പണികളൊക്കെ എടുക്കാം. അങ്ങനൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷന് പറ്റുന്നതാണ്. മെക്കനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ പഴയ ഫിസിക്കൽ ലേബറിൻ്റെ ബുദ്ധിമുട്ടും ഒന്നുമില്ല. നമ്മൾ തന്നെ നടത്തുന്ന സ്ഥാപനമായതുകൊണ്ട് നമ്മുടെ സ്ഥാപനം ഇപ്പോൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി തൊഴിലാളികളുടെ ചെറിയൊരു സൊസൈറ്റിയായിട്ട് തുടങ്ങിയതാണ്. ഇന്ന് ഏറ്റവും വലിയൊരു സ്ഥാപനമാണ്. അതേപോലെ നമ്മളൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ചെറുപ്പക്കാർ ഇത് ചെയ്യുന്നു. ഇത്തരം 2 സ്കീമുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ സയൻസ് പാർക്ക്, സയൻസ് ടെക്നോളജി, യൂണിവേഴ്സിറ്റി മാത്രമല്ല, ലേബർ, കുടുംബശ്രീ എല്ലാത്തിനും ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടി. അത് നന്നായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ കേരളത്തിലുള്ള വലിയ തോതിലുള്ള ജോലി സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനു വേണ്ടി നമുക്കിത് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഈ തോട്ടം മേഖലയിലെ രൂപപരിണാമം, അതായത് മറ്റ് സാധ്യതകൾ തോട്ടം മേഖലയെ ഉപയോഗപ്പെടുത്തുക എന്നത് കഴിഞ്ഞ ബജറ്റിൽ തന്നെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ചില കാര്യങ്ങൾ ഇത്തവണയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യം വരുമോ? അത്തരം ഒരു പ്രതിസന്ധി മുന്നിൽ കാണുന്നുണ്ടോ? ഇപ്പോൾ തോട്ടം മേഖലയെ കുറച്ച് സാധനങ്ങൾ കൃഷി ചെയ്യുന്നതിന് ഭൂപരിഷ്കരണ നിയമം ആകെ മാറ്റേണ്ട കാര്യമില്ല. കാരണം 5% ലാൻഡ് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിലവിലുള്ള പ്രൊവിഷൻ ഉണ്ട്. അതല്ലാതെ മൊത്തം ഉപയോഗിക്കണമെങ്കിൽ അതിനകത്ത് വിളകൾ ചേർക്കണം. കാരണം ഇപ്പം നേരത്തെ നമ്മൾ റബ്ബർ, തേയില അങ്ങനെയൊക്കെയുള്ള വിളകളുടെ കൂടെ കശുമാവ് ഇടക്കാലത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ വിളകൾ കൂടെ ചേർക്കണം. അത് വേണ്ടി വരും. പക്ഷേ ഇപ്പോൾ കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യാൻ ഇത് വേണ്ടി വരില്ല. എന്തായാലും അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണം. മാത്രമല്ല അത് ഗവൺമെൻറ് എന്ന നിലയിൽ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും പൊതുവിൽ കൃഷിക്കാർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സമീപനം വേണമെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആർക്കും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇതൊരു മുന്നണിക്കകത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. രാഷ്ട്രീയ പരസ്പരം ആലോചിക്കും. കാരണം അതിനകത്ത് അത്തരം കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും പരസ്പരം അഭിപ്രായ വ്യത്യാസമില്ല. എന്തായാലും ഒരു 25 വർഷത്തേക്ക് മുന്നിൽ കണ്ടുള്ള ഒരു പദ്ധതി ആസൂത്രണം, അതിലേക്കാണ് ബജറ്റ് ഫോക്കസ് ചെയ്യുന്നതെന്ന് കരുതുന്നു. എല്ലാവിധ ആശംസകളും താങ്കൾക്ക്.